ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ എൻ്റെ ഫാമിലി എല്ലാവരും കൂടിയിട്ട് ഒരു ട്രിപ്പ് പോവാണ്. അപ്പോൾ നമുക്ക് ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ കാണാം. അതെൻ്റെ ഡാഡി കൂൾ ഞങ്ങൾ റൈഡ് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കുറേ പേരുള്ളത് കൊണ്ട് തന്നെ ട്രാവലറാണ് ഞങ്ങളുടെ ഇന്നത്തെ റൈഡ്. നെല്ലിയാമ്പതി ഫോറസ്റ്റ് റിസർവിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അവിടെ ഇങ്ങനെ കുറച്ച് വെജിറ്റേഷൻസ് ഫാമും ഒരു ഡാമും അതൊക്കെ കാണാനാണ്. ഒരു മലയ്ക്ക് മുകളിലാണ്, അതുകൊണ്ടാണ് ഈ കയറ്റം കയറുന്നത്. വണ്ടി പയ്യെ കയറുന്നുള്ളൂ. എല്ലാവരും ഒരു ചെറിയ മയക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ നല്ല വ്യൂ കണ്ടപ്പോൾ ഇവിടെ ഇറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ പാർക്ക് ചെയ്ത് നമ്മൾ കൊണ്ടുവന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിൽക്കുകയാണ് എല്ലാവരും. ഇഡ്ഡലി, സാമ്പാർ, ചട്നി, കുറേ ഫുഡ് ഉണ്ടായിരുന്നു. എല്ലാവരും ഓരോ വീട്ടിൽ നിന്നായിട്ടൊരു പോട്ട് ലഞ്ച് പോലെ കൊണ്ടുവരികയാണ് ചെയ്തത്. സോ എവരിവൺ ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ്. ഓറഞ്ച് ആൻഡ് വെജിറ്റേഷൻ ഫാം എന്നാണ് എഴുതിയേക്കുന്നത്. വലിയൊരു ഓറഞ്ച് ഉണ്ട് ഫ്രണ്ടിലല്ലേ. പക്ഷേ വേറെ ഓറഞ്ച് കണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, ചെറുതായിട്ട്. കുറേ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മയ്ക്കും അമ്മയ്ക്കും അമ്മായിമാർക്കൊക്കെ ഫോട്ടോ എടുക്കലായിരുന്നു മെയിൻ പരിപാടി. പിള്ളേർ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഫോട്ടോ സെക്ഷൻ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഇങ്ങനെ നടന്ന് ഇവിടെ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ, പ്ലാന്റ്സ് വാങ്ങിക്കാനായാലും. നല്ല വെയിലുണ്ട് എല്ലാവർക്കും, അതും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടുത്തെ കറക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് കേശവൻ പാറ എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ കാണാം. അപ്പോൾ നമ്മൾ കേശവൻ പാറ വ്യൂ പോയിന്റിലേക്കുള്ള നടത്താണ്. അതും കുറച്ച് നടക്കാനുണ്ട്. നമ്മൾ കേശവൻ പാറ എത്തിയിരിക്കുന്നു. കുറച്ച് കാണാനുണ്ട്. ഞാൻ ഫോൺ ഓഫ് ചെയ്യണം. അവരിറങ്ങണില്ല. അങ്ങനെ കേശവൻ പാറയും കണ്ട് വ്യൂ പോയിൻറ്റും കണ്ട് കുറേ ഫോട്ടോസ് അവിടെ നിന്ന് എടുത്തു. കുറേ എന്താ പറയുക, കുരങ്ങന്മാരുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. എൻ്റെ അമ്മ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പോസ് ചെയ്തപ്പോൾ ഒരു കുരങ്ങനെ പെട്ടെന്ന് ചാടി വന്നു. അമ്മയും മേടിച്ചു പോയി, എല്ലാവരും മേടിച്ചു പോയി. പക്ഷേ അതതിൻ്റെ വഴിക്ക് പോയി. അങ്ങനെ ഇവിടുത്തെ എല്ലാതും കണ്ടിട്ട് നമ്മൾ നെക്സ്റ്റ് ഫുഡ് അടിക്കാൻ പോവാണ്. ഓഫ് കോഴ്സ് നമുക്ക് ലഞ്ചിന് സമയമായി. എല്ലാവരും ടയേർഡായി, കാരണം കുറച്ച് അത്യാവശ്യം നടന്നു. അപ്പോൾ ഈ എന്താ പറയുക, ഈ മല ഇറങ്ങണേക്കാട്ടി മുന്നേ ഫുഡ് കഴിക്കാൻ വന്ന തീരുമാനത്തിൽ നമ്മൾ ഉറപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു റിസോർട്ട് പോലത്തെ സെറ്റപ്പ് കണ്ടു. നമുക്ക് ഇത്രയും പേർക്ക് ഇരിക്കുന്നതുകൊണ്ട് തന്നെ അവരൊരു ബൊഫേ പോലെ ആയിരുന്നു നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ ഒരു വേറൊരു ഏരിയയിൽ തന്നെ. പക്ഷേ നല്ല നൈസായിരുന്നു. പക്ഷേ നല്ല നാടൻ ഫുഡായിരുന്നു. ചോറും എല്ലാ കറികളും ഉണ്ടായിരുന്നു. പിന്നെ സ്പെഷ്യൽ എന്തെങ്കിലും വേണമെങ്കിൽ അതും. ബട്ട് ഇറ്റ് വാസ് നൈസ്. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് സ്പോട്ടിലെത്തി, പോത്തുണ്ടി ഡാം. ഇത് ആക്ച്വലി ഈ ഹില്ലിൻ്റെ അടിഭാഗത്താണ്. പക്ഷെ നല്ല വ്യൂ. പക്ഷെ ഈ കണ്ട ആ ഒരു സ്റ്റെപ്സ് കുറച്ച് കയറാനുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഈ വ്യൂ കാണാൻ കയറുന്നത് വെറുത്തിട്ടാണ്. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ ഈ പടികൾ വീണ്ടും ഇറങ്ങി ഒരു കരിമ്പിൻ ജ്യൂസൊക്കെ കുടിച്ച് റിഫ്രഷായിട്ട് എന്താ പറയുക, അമ്മമാർ സെറ്റൊക്കെ റെസ്റ്റ് എടുക്കുകയാണ്. പകരം ഞങ്ങൾ പിള്ളേർ സെറ്റ് ഇവിടെ തന്നെ ഒരു സിപ്പ് ലൈൻ ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യം ഞാൻ കുറച്ച് പേടിച്ചെങ്കിലും പക്ഷെ അതൊരു ചെറിയ സിപ്പ് ലൈനായിരുന്നു. കയറി കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഇത് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അപ്പോൾ ഞങ്ങൾ പിള്ളേരെല്ലാവരും ആ സിപ്പ് ലൈനിൽ കയറി. 100 rupees ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട്
അത്ര ചാർജും ഉണ്ടായിരുന്നില്ല. നൈസായിരുന്നു. അങ്ങനെ നെല്ലിയാമ്പതി അഡ്വഞ്ചേഴ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കോയമ്പത്തൂർ ആദിയോഗി അവിടെ പോയി. അവരുടെ ഈവനിങ് ഷോ ഉണ്ട്, ലൈറ്റ് ഷോ, ഭയങ്കര ഫേമസ് ആണെന്ന് കേട്ടു. ആരും കണ്ടിട്ടില്ല നമ്മുടെ ഇടയിൽ. അപ്പോൾ എല്ലാവർക്കും അത് കാണണമെന്ന് വേണ്ടിയിട്ടാണ് അത് ഈ ട്രിപ്പിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തത് തന്നെ, ഈവനിങ് ആ ഷോ കാണാൻ. 7:30 അങ്ങാണ്ടാണ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. നമ്മൾ 7 മണിയാകുമ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ. ശരിക്കും എല്ലാവരും ഈ ലൈറ്റ് ഷോ കാണാൻ വേണ്ടി മാത്രം ഈ നേരത്ത് വന്നതുപോലെ തന്നെ. പിന്നെ വെക്കേഷൻ ടൈമും ആയിരുന്നു. അപ്പോൾ എന്തായാലും പക്ഷെ ഇത്രയും തിരക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല, അത്രയും തിരക്കായിരുന്നു. അപ്പോൾ ഷോ തുടങ്ങാനാകുമ്പോഴേക്കും എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു. എന്നാലും കുറച്ച് പേര് ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല, വെറുത്തിട്ടായിരുന്നു. എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. നല്ല കിട്ടില്ല ലൈറ്റ് ഷോ ആണ്. Witness this wondrous and powerful video imaging show. അടിപൊളിയായിരുന്നു ലൈറ്റ് ഷോ. എല്ലാവരും ഒരു വട്ടമെങ്കിലും കാണേണ്ടതാണ്. ഇനി ഭയങ്കര തിരക്കായി, നമ്മൾ പോട്ടെ. പിന്നെ ഇതാ നമ്മൾ ലാസ്റ്റ് ഡിന്നറും കൂടിയും കഴിച്ച് പിരിയാൻ പോവാണ്. എല്ലാവരും അവശ്യ നിലയിലേക്കാണ്. എങ്ങനെയെങ്കിലും ഫുഡ് കിട്ടിയാൽ മതിയെന്നായി. പിന്നെ എല്ലാ കടകളും അടച്ചായിരുന്നു. അപ്പോൾ കിട്ടിയതിൽ കയറി നമ്മൾ ഫുഡ് അടിച്ചു. ഇതാ എല്ലാവരും ബാക്കി മയക്കത്തിലോട്ട് പോയി. പക്ഷേ ഇനി അടുത്ത വീഡിയോസിൽ കാണുന്നവരെ ബൈ ബൈ.